Meanwhile. ഓക്കെ, അങ്ങനെ 26 2026. അപ്പം തന്നെ നമ്മൾ ബേസിൻ്റെ പണി തീർത്തു, മുമ്പിൽ കാണാണ്ട്. ആൻഡ് ഐ ചേഞ്ച് ദ സ്കിൻ ബോയ്സ്. യെസ്, ഇറ്റ്സ് സ്റ്റീവ് ഹാരിങ്ടൺ. സ്ട്രേഞ്ചർ തിങ്സ് കാണുന്നവർക്കറിയാം, ഇതിലെ ഓറ ഫാമറാണ് സ്റ്റീവ് ഹാരിങ്ടൺ. ഇനി പൗരുഷം മാത്രമല്ല, ഓറ ഫാമിംഗ് കൂടി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ വി ഗോട്ട് ഫുൾ ഡയമണ്ട് ആർമർ. ഞാൻ ഹെൽമെറ്റ് മാത്രമേ ഫുൾ എൻചാൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിൽ പ്രൊട്ടക്ഷൻ ഫോറും അങ്ങനെയൊക്കെ ബേസിക് സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. XP ഇല്ല, അടുത്ത കഴിഞ്ഞ് XP ഫാം ഉണ്ടാക്കണം. അലൈനെ കിട്ടിയിട്ടുണ്ട്, അലൈനെ യൂസ് ചെയ്ത് XP ഫാം ഉണ്ടാക്കാനാണ് പ്ലാൻ. പൗരുഷം കണ്ടോ, ഡയമണ്ട് ആർമർ പ്ലസ് സ്റ്റീവ് ഹാരിങ്ടൻ്റെ സ്കിന്നും. ഓക്കെ, നമ്മളിനി ബേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടാണ്ട് ഗോക്കൊണ്ണന് ഈവർ ഇന്ന് രാവിലെ വന്ന് നോക്കുന്നുണ്ട്. ബേസിൻ്റെ പണി ഫുള്ള് തീർത്ത് വെച്ചിട്ട്. ഇൻറ്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടൊന്നുമില്ല, ബേസിക് ഡിസൈൻസ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറേ പണികളുണ്ട്. ഇവിടെ ട്രേഡിംഗ് ഹാളൊന്ന് കംപ്ലീറ്റ് ആക്കണം. ലൂമിൻ്റെ ആളെ കയറ്റിയിട്ടുണ്ട്, കാരണം അയൺ അതിൻ്റെ ഇടയിലൊന്നും ബ്രേക്ക് ആയിരുന്നു. അയൺ ഫാം എന്താ സംഭവിച്ചറിയില്ല. വേറെ വണ്ടന്മാർ പുറത്തേക്ക് ചാടിയൊക്കെ അറിയില്ല. ഇത് വില്ലേജസിനെ കാണാനില്ലായിരുന്നു. പിന്നെ ക്യൂഫ്യൂർ വന്നാണ്ട് റെഡിയാക്കി. അപ്പം തൽക്കാലം കുറച്ച് എമറാൾഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് എമറാൾഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ലൂമിൻ്റെ വർക്ക് സ്റ്റേഷൻ വെച്ച് വില്ലേജർ സെറ്റാക്കി. നിൽക്കണ നിപ്പ് കണ്ട കൊട്ടാരം, ഇതാണ് QRC കൊട്ടാരം. ഓക്കെ, ഫൗണ്ടനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബേസാണ് സെർവറിലെ ടോപ്പ് ബേസ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രൂക്സ്കോയുടെ ബേസാണ് ഇപ്പോൾ നിലവിൽ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ബേസിക് സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ജസ്റ്റ് ഡൈനിങ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇവിടെ ഫർണസൊക്കെ വെച്ച്, ഇതൊക്കെ ഫുൾ ക്രെഡിറ്റ് രംഗോക്കൂറോ കേട്ടോ, ഫുൾ ക്രെഡിറ്റ്. ഞങ്ങൾ കുറച്ച് റീസോഴ്സ് ഗ്യാദർ ചെയ്ത് കൊടുത്തു, ഞാനും ക്യൂഫിങ്ങോടെയും ബേസിൻ്റെ പണി തീർക്കാനുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇത് ബുക്ക് വായിക്കാനുള്ള സ്ഥലം, ഇത് ക്യൂഫിൻ്റെ കേട്ടോ, സെൻട്രൽ കോഫീൻ്റെതാണ്, കാരണം ഓർക്ക് പഠിക്കാനൊന്നും അറിയില്ല. ഇതെൻ്റെത്, അത് കോക്കുബ്രോയുടേത്. ഓക്കെ, ബെഡ്റൂം സെറ്റ് ചെയ്തില്ല, അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. പിന്നെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. ഗോക്കുബ്രോയുടെ വീഡിയോ നോക്കുക, ചെക്കൗട്ട് ചെയ്താൽ മതി. പാല് കാച്ചലും എന്തൊക്കെ ഹോമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തീർത്തു. ആൻഡ് അഗെയിൻ ഡയമണ്ട് ആർമർ, നിൽക്കണ നിപ്പ് കണ്ട. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കുറച്ച് അപ്ഡേറ്റുകളുണ്ട്, ചെറിയ ചിന്ന അപ്ഡേറ്റുകൾ. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് 100 വ്യൂസ് നമ്മൾ അടിച്ചേക്കാണ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ബോയ്സ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ആ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കണം. കണ്ടോ, വില്ലേജേഴ്സിനൊക്കെ രണ്ടാമത് സെറ്റാക്കി. അതായത് അപ്പം ഈ പില്ലറ് ക്യൂഫിബ്രോത്തോ AFK ഒക്കെ വെച്ചതായിരുന്നു. ഞങ്ങളിത് സസ്സടിച്ച് പുതിയ SBI ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സേതുരാമയെ കളിക്കാൻ. പിന്നെയാണ് ക്യൂഫി എന്നുണ്ടായത്, ഞാൻ ഉണ്ടാക്കിയാണ് AFK സ്പോട്ട്. അപ്പം എങ്ങനെ ആയിരിക്കണ്. ഓക്കെ, അയാണ് ഇപ്പം കുറച്ചേരത്തെ മുമ്പ് ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ളൂ. ഇത് ചെകുത്താൻ ബ്രോ വെച്ച് പോയതാണ്. ഒരു സ്റ്റാക്ക് അയാളൊരു എമറാൾഡ് ഡയമണ്ട് വെച്ച് പോയിരുന്നു. കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഷവറുണ്ട്, ഒക്കെ ക്ലീൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ആടുതോമ വെച്ച പോലെ
2 കുതിരനെ, ഒരു കുതിരനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തു. മറ്റേ കുതിര നമ്മുടെ ആടുതോമയുടെ അഞ്ചനാണ് തോന്നുന്നത്. മറ്റേ കോക്കോറോടെ മായാവി. ആടുതോമയല്ല മായാവി. ആടുതോമ അപ്പുറത്തുണ്ട്. മായാവി. ഓക്കെ. ഇത് ക്യൂഫിറോഡാണ്. നെയിമൊന്നും ചെയ്തില്ല. ഇത് പിന്നെ ആരാ ചെയ്തത് നിങ്ങൾക്ക് ഊഹിക്കാലോ. എൻ്റെ പ്രൊഫഷണൽ എനിമി. എല്ലാ വീഡിയോയിലും വരാറുണ്ട്. ഈ വീഡിയോയിൽ വരുമോയെന്ന് അറിയില്ല. ഫുള്ള് ഹോളാ. ഫേസിൽ ഫുള്ള് ക്രീപ്പർ ഹോളാ. ആൻഡ് ഈ ഹെയ്ബലൊക്കെ പിന്നെ നമ്മൾ അതിന് ശേഷം സെറ്റ് ചെയ്തതാണ്. പാത്രം സെറ്റ് ചെയ്തു, ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി. ആൻഡ് നമ്മളൊരു സ്റ്റോൺ ഫാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോൺ പ്ലസ് കോബിൾ സ്റ്റോൺ. അതായത് സിൽട്ടച്ച് വെച്ച് വെട്ടി കഴിഞ്ഞാൽ സ്റ്റോൺ കിട്ടും. അല്ലെങ്കിൽ നോർമൽ പിക്കാക്സ് വെച്ച് വെട്ടി കഴിഞ്ഞാൽ കോബിൾഡ് സ്റ്റോൺ കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ നെതറിൻ്റെ പാത്തൊക്കെ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആണ് സ്റ്റോൺ ഫാം. ഇത് ഭയങ്കര അഡിക്റ്റീവാന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റീവ്. ഒന്നിങ്ങനെ നിന്നാൽ മതി. ആ റൈറ്റ് ക്ലിക്ക് ഇങ്ങനെ സ്പാം ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഹോൾഡ് ആൻഡ് പ്രസ് ചെയ്താൽ അങ്ങനെ സ്റ്റോൺ കിട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് വൺ മോർ തിങ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ റിവെഞ്ച് എടുക്കാൻ നോക്കിയപ്പോൾ പാളി. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സോടെ ഇന്നലെ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തിട്ട് എത്ര ക്രീപ്പർ നോക്കും? 9 ക്രീപ്പർ. 1 2 അല്ല, 9 ക്രീപ്പർ. യു ഹാവ് നെവർ ബീൻ കിൽഡ് ബൈ ക്രീപ്പർ. അതായത് ക്രീപ്പർ നമ്മളെ കൊന്നാൽ കൊന്നിയിലേക്ക് കണക്ക്. കാരണം ഒന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇതുണ്ടാവും, ബോഡി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഹോൾ ഉണ്ടാവും. വൻ ശല്യമാണ്. നമ്മൾ കുറച്ച് എക്സ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽമെറ്റ് എൻചാൻറ്റ് ചെയ്തല്ലോ. അതിന് എക്സ്പി ഫാം പോയതുകൊണ്ട് എഫ് കെ എന്നിരുന്നു. 480 സ്കെൽട്ടൺ എങ്ങാനും തട്ടിയാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ സ്റ്റോൺ ഫാം. കാരണം ഇത് കുറേ ടെസ്റ്റ് വെച്ചാണ്. കാരണം അത്രക്ക് അഡിക്റ്റീവ്. അതിങ്ങനെ ഒന്നങ്ങ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ജനറേറ്റ് ആവും. ക്ലിക്കാക്കുക, ജനറേറ്റ് ആക്കുക, ക്ലിക്കാക്കുക. ഇതാണ് ഇവിടെ മെയിൻ ജോലി. ഇതിൽ ഇപ്പോൾ കുറച്ച് സ്റ്റോൺ ഉണ്ട്. ബാക്കി നമ്മൾ ബിൽഡ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത്. ആൻഡ് ഓൾസോ പറയാൻ വിട്ടുപോയി, ഹാപ്പി 2026. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത്, റെക്കോർഡ് ചെയ്യണത് കറക്റ്റ് 11:55 കറക്റ്റ് 11:55. നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് വെക്കാം. 26ൻ്റെ നമ്മളെ പാവപ്പെട്ടവൻ്റെ വൂളുണ്ട് കുറച്ച്, അതും അവൻ്റെ ഓർമ്മക്കായിട്ട് അതും, പിന്നെ കുറച്ച് വൈറ്റ് ബോർഡൊക്കെ എടുത്ത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ തീമിൽ അങ്ങ് ചെയ്ത് വെക്കുക. കാരണം ഫിനാലെ വരാൻ പോവാണ് ഗൈസ്. ഫിനാലെ കട്ട വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. സ്ട്രേഞ്ചർ തിങ്സ് കാണാത്തവർക്ക് ഒരു അഡ്വൈസ് തരാം. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഇൻ ദ വേൾഡ്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ്. ജസ്റ്റ് 26 സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള വൂളൊക്കെ എടുക്കാം. പാവപ്പെട്ടവൻ്റെ വൂളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും എന്താ ചെയ്യുക, നമ്മൾ ആവശ്യത്തിന് പണിയെടുക്കണ്ടേ. നമുക്ക് നമ്മുടെ ബേസിൻ്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് വലുതാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഈ 4 ബ്ലോക്കായിട്ട് മതിയാവും. 4 ബ്ലോക്ക് വേണം. 3 ബ്ലോക്ക് അത് 3 ബ്ലോക്ക് അത്. ഓക്കെ, ഇനി അതേപോലെ ഇങ്ങോട്ട് ചെയ്യുക. ഒരു ബ്ലോക്ക് കൂടി, പിന്നെ 3 ബ്ലോക്ക് ഹൈറ്റ്. ഓക്കെ, ഇവിടെയും ഇതുപോലെ ചെയ്തിട്ട് 2 ആയിക്കണമെന്നറിയില്ല, 2 തന്നെ ആയിക്കണമെന്നറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആഹാ, 2. ഇനി വൈറ്റ് പോളുകൊണ്ട് 6ഉം ചെയ്യാം. ഓക്കെ, വൈറ്റ് പോളുകൊണ്ട് ഇതേ അളവിൽ 6 ചെയ്യുക. ഒരു ബ്ലോക്ക് കൂടി വേണ്ടി വരില്ലേ. ഓക്കെ,
ഓക്കെ സെറ്റ്. ഇനി 1 2 3 ആൻഡ് താഴത്തേക്ക് ഇറങ്ങുക. ഒന്നുകൂടെ ഇവിടെ സെൻറ്ററിന് ആൻഡ് സൺസെറ്റാണ് കറക്റ്റ് ടൈം. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണി ആയിക്കണേ, ഓൾമോസ്റ്റ് 59 അങ്ങനെ ആയിക്കണേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ബൈ ബൈ.